ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ കഴിക്കാൻ ഇടിയപ്പവും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് മോള് ക്ലാസ്സിന് പോകാനൊക്കെ പോവുകയാണ്, ഇറങ്ങിയാണ്. അപ്പോൾ ഒന്ന് ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പച്ചക്കറി വിത്തുകളൊന്ന് പാകാൻ പോവുകയാണേ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നാടൻ പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് ഒരു ഇടം വരെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അവിടുന്ന് നമുക്ക് പച്ചക്കറിയുടെ വിത്തുകളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി വന്നിട്ട് അതൊന്ന് പാകിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടായി ഇതേ അതൊക്കെ ഒന്ന് പാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെടികൾക്കൊക്കെ ഒന്ന് നനയ്ക്കുകയൊക്കെ വേണം. അപ്പോൾ അതേ മോനും ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ ആ പൊന്നാങ്കണ്ണി ചീരയുടെ അതൊക്കെ ഒന്ന് നോക്കിയാണ് കേട്ടോ. ഇവിടെ താഴെ വെച്ചതിനൊക്കെ ഒരു പുഴുക്കൾ കയറിയിട്ടുണ്ട്. അത് എവിടുന്ന് വന്ന് കയറിയെന്നറിയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേന്നൊക്കെ എടുത്തതാണ്. പക്ഷേ അന്നേരം ഒന്നും ഇത്രയും പുഴുവില കണ്ടില്ല. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ഇലകളൊക്കെ ഇങ്ങനെ പുഴു തിന്ന് നിൽക്കുന്നു. അപ്പോൾ എവിടുന്നാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നോക്കിയിട്ടൊന്നും പുഴുവിനെ കാണുന്നുമില്ല. അപ്പോൾ നമ്മുടെ വീടിന് മുകളിലേക്ക് ചാമ്പയുടെ കമ്പ് ചാഞ്ഞ് കിടപ്പുണ്ട്. ഇനി അതിലെങ്ങാനും പുഴു ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ അവർ മെറ്റിലിട്ടിരിക്കണേ, ചെറിയ മെറ്റിലിട്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ മണ്ണാണ്. എന്നാലും നമുക്ക് ഇവിടെ വേറൊന്നും വെച്ചാലൊന്നും പിടിക്കത്തില്ല. മാത്രമല്ല ഇവരുടെ ഈ പറമ്പിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും നട്ട് വളക്കൂറുള്ള മണ്ണൊന്നുമല്ല. ഇവിടെ ഫ്രണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ മെറ്റിലായിട്ടിരിക്കുന്നത്. പിന്നെ ബാക്കിൽ വീടിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് മണ്ണുണ്ട്. അവിടെയും സ്ഥല സൗകര്യമൊക്കെ കുറവാണ്. പിന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാകി കിളിപ്പിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ആ പുഴുവലയുള്ള പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയിട്ട് നമുക്കിവിടെ വേറെ എന്തെങ്കിലും വെച്ച് കൊടുക്കാമെന്നൊക്കെ ഞാൻ ചേട്ടായിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാലും അവിടേക്ക് ഒന്ന് നനച്ച് ഈർപ്പനാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ വെണ്ടയും പിന്നെ ചീരയുണ്ട്, വെള്ളരിയുണ്ട്, പയറുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. 2 പാക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദേ നമ്മുടെ പൈപ്പിൻ്റെ തൊട്ട് ഇവിടെയായിട്ട് ഈ ഭാഗത്ത് കുറച്ച് മണ്ണുണ്ട്. ആ ഒരു മതിലിൻ്റെ സൈഡിന് മാത്രമേ നമുക്കിവിടെ പാകി കിളിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് ചേട്ടായി അതൊക്കെ അവിടെ നിന്ന് പാകിക്കൊണ്ടിരിക്കണേ. ചീര നമ്മളിവിടെ പാകുന്നില്ല. ഇതിന് നമ്മുടെ വാതിക്കൽ തന്നെ കുറച്ച് ഏരിയ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും പാകാമെന്ന് വെച്ചിട്ട് ഇവിടെ മാത്രമാണ് നമുക്ക് പാകാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ചാമ്പ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ചിപ്പുള്ളത് കൊണ്ട് കിളുത്ത് വരുമോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാണ് അതൊന്ന് പാകിക്കൊണ്ടിരിക്കുന്നത്. ഇനി കിളുത്ത് വന്നിട്ട് വേണം നമുക്ക് പറിച്ച് നടാനായിട്ട്. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തുളസിത്തറയുടെ ഇപ്പുറത്തോട്ട് മാറിയിട്ടുള്ള അവിടെ കുറച്ച് സ്ഥലം ഉണ്ട്. കുറച്ച് ഏരിയ ഉള്ളു. അവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് മാറിയിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് അവിടെയും കൊണ്ടുവന്ന് പാകിയിട്ടുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ പനിക്കൂർക്കയാണ്. അത് ഞാൻ 2-3 ചട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പനി വരുന്ന സമയത്തൊക്കെ നമുക്ക് തുളസി ഇലയുടെ കൂടെയൊക്കെ ഇട്ടൊന്ന് ആവി പിടിക്കാനൊക്കെ നല്ലതാണ്, നല്ല ആശ്വാസം കിട്ടും. പിന്നെ ഇതെന്ന് വെച്ചെന്നാൽ കറ്റാർവാഴയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ എണ്ണ കാച്ചിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം നട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മതിലിന് വെളിയിൽ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടൻ എന്ന് പറഞ്ഞൊരു മീനും കൊണ്ടാണ് പുള്ളി വന്നത്. എല്ലാവർക്കും ഒന്നും അതിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷേ ഇതിന് ഇവിടെ പറയുന്നത് കുട്ടൻ മീൻ എന്നാണ്. പക്ഷേ ഇവിടെ മക്കൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ചേട്ടായിക്ക് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ചേട്ടായി പറഞ്ഞ് അന്നേ ഞാൻ പോയിട്ട് വേറെ എന്തെങ്കിലും പിള്ളേർക്ക് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ചെമ്മീനാണ് കൊണ്ടുവന്നത്. അങ്ങനെ ജംഗ്ഷനിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് മീൻ കിട്ടും, മീൻ തട്ടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ചെമ്മീനാണ് കൊണ്ടുവന്നത്. ഞാൻ പിന്നെ അത് ചെമ്മീൻ കറി വയ്ക്കാൻ പോയാണ്. മീൻ വാങ്ങിയത് ഞാനിത് മുളകിലേ ചെയ്യുന്നുള്ളൂ. അത് തേങ്ങ അരച്ച് കറി വയ്ക്കാനൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ചെമ്മീൻ മുരിങ്ങക്കോലും മാങ്ങയും ഇട്ടിട്ട് അരച്ചു കൂട്ടി കറി വയ്ക്കാൻ പോയാണ്. പിന്നെ ഇന്നലെ വങ്കട ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ അതിൻ്റെ തല പീസ് മാത്രം ഞാനെടുത്ത് മാറ്റി മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോയാണ്. അപ്പോൾ രാവിലെ നമുക്ക് പീച്ചിങ്ങ വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പീച്ചിങ്ങ പൊള്ളിച്ച് ആ മീൻ ഞാനിത് മുളകിട്ട് കുടമ്പുളി ഇട്ടിട്ട് മുളക് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്മിക്കറി ഇനിയൊരു വറയും കൂടെ താളിച്ചതിലേക്ക് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മിക്കറി ഇവിടെ റെഡിയാണ്. ചെമ്മീൽ കഷ്ണങ്ങളായിട്ട് മുരിങ്ങക്കോലും മാങ്ങയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അത് അരച്ചുകൂട്ടി കറി വെച്ചത്. പിന്നെ ചോറ് കഴിക്കാനൊക്കെ ഞങ്ങളിരുന്ന് മോളില്ലല്ലോ, മോള് ക്ലാസ്സിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്നിട്ട് ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ മുളക് നന്നായിട്ട് ഒന്നുകൂടെ ഉണക്കാൻ വേണ്ടിയിട്ട് ടെറസിലിട്ടിട്ടുണ്ടായിരുന്നു.
2-3 വെയിൽ കൊള്ളിച്ചതാണ്. എങ്കിലും ചെറിയൊരു തണുപ്പുണ്ടായിരുന്നതുകൊണ്ട് മല്ലിയും മുളകും ഇട്ടിട്ടുണ്ട്. മല്ലി ഞാൻ മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാൻ പോയാണ്. മുളക് നമുക്ക് മില്ലിൽ കൊടുത്തേ പൊടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് വാരി ബക്കറ്റിലാക്കി വെക്കണം. അപ്പോൾ അതാണ് അടുത്ത ജോലി എനിക്കിനി ചെയ്യാനുള്ളത്. തുണികളും ഒക്കെ ഒന്ന് മടക്കി വയ്ക്കാനുണ്ട്. പിന്നെ ഇത് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഉഷക്കുട്ടി ഗേറ്റിന് വെളിയിൽ കിടപ്പുണ്ട്. അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ളത് ചേട്ടായി കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കൊടുക്കണേ. കഴിച്ച് കഴിയുമ്പോൾ നേരെ വെളിയിലോട്ട് ഇറങ്ങിപ്പോയിക്കോളും. പിന്നെ നമ്മുടെ വാതിക്കൽ തന്നെ ഒരു കാവലായിട്ട് കിടന്നുള്ളൂ. എല്ലാ വീടുകളിലും പോകുമെങ്കിലും നമുക്കിവിടെ ഒരു കാവൽ എന്ന് പറയാം. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2:30-3 മണി ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പാല് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തെക്കേ വീട്ടിൽ നിന്നാണ് ഞാൻ പാല് വാങ്ങുന്നത്. ഞാൻ നേരത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പാല് വാങ്ങിയിട്ട് വന്നിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ചായ ഇട്ടത്. മോള് വരാൻ സമയമാകുമ്പോഴേക്കേ ചായ ഇടാറുള്ളൂ. അപ്പോൾ ചായക്ക് കഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചേട്ടായി പറഞ്ഞ് ഞാനിന്ന് ക്രോസിനടുത്ത് അവിടെ ഒരു കടയുണ്ട് നമ്മുടെ ജംഗ്ഷനിൽ തന്നെ, അവിടെ പോയിട്ട് പഴംപൊരിയും വടയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോള് വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായയും പലഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മില്ലിൽ കൊണ്ടുപോകാനുള്ള മുളക് വാരി വെച്ചിട്ടുണ്ടായിരുന്നു ബക്കറ്റിൽ. അപ്പോൾ ചേട്ടായി പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. അപ്പോൾ അധികമൊന്നുമില്ല, ഒരു 1.5 കിലോ മുളകേ ഉള്ളൂ. പെട്ടെന്ന് പൊടിച്ചും കിട്ടും. ഇപ്പോൾ നല്ല തിരക്കില്ലാത്ത സമയമാണ്. നമ്മൾ തൊട്ട് വടക്കേ ഇതാണ് കേട്ടോ മില്ല്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീട്ടിൽ കാണാം. ബൈ.